ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് ബ്രസീലിയൻ ദേശീയ ടീം ആരാധകരെ പൂർണ്ണമായും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷമെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. പക്ഷേ വേൾഡ് കപ്പിലും ബ്രസീൽ ആരാധകരെ നിരാശപ്പെടുത്തി. എന്നാൽ ഇനി മാറ്റത്തിൻ്റെ സമയമാണ് എന്നുള്ളത് ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടീമിനകത്തേക്ക് കൂടുതൽ യുവതാരങ്ങളെ കൊണ്ടുവരാൻ താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആഞ്ചലോട്ടി ഇപ്പോൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ബ്രസീലിൻ്റെ പോരായ്മ എന്താണ് എന്നുള്ളത് ഈ പരിശീലകൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് കൂടുതൽ പൊസഷൻ ബേസ്ഡ് ഫുട്ബോളാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധ്യനിരയിലേക്ക് മികച്ച താരങ്ങളെ ബ്രസീലിന് ആവശ്യമുണ്ട്. ബ്രസീലിൻ്റെ മധ്യനിരയിൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ക്വാളിറ്റി ഇല്ല, അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് കൂടുതലായിട്ട് പൊസഷൻ ബേസ്ഡ് ഫുട്ബോളാണ് കളിക്കുന്നത്. നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് മാറേണ്ടതുണ്ട്. ബ്രസീൽ മാറേണ്ടതുണ്ട്. അതിന് ക്വാളിറ്റി മിഡ്ഫീൽഡർമാർ വേണം. ബ്രസീലിൻ്റെ മധ്യനിരയിൽ ക്വാളിറ്റി കുറവുണ്ട്, ഡെപ്ത് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ താരങ്ങൾ വരുമ്പോൾ ഹൈ ക്വാളിറ്റി മധ്യനിര താരങ്ങളെ ഞങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മുന്നേറ്റത്തിലും പ്രതിരോധത്തിലും നമുക്ക് ഒരുപാട് മികച്ച താരങ്ങളുണ്ട്. മധ്യനിരയിലേക്കാണ് ടോപ്പ് ക്വാളിറ്റി താരങ്ങളെ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിൻ്റെ മധ്യനിര വളരെ ശോകമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വേൾഡ് കപ്പിലൊന്നും ബ്രസീലിൻ്റെ മധ്യനിര താരങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. ബ്രൂണോ ഗിമറസ് മാത്രമാണ് ആശ്വാസം നൽകിയ ഒരു പ്രകടനം നടത്തിയത്. അതുകൊണ്ട് തന്നെ മധ്യനിരയിൽ ഒരു വലിയ അഴിച്ചുപണി ആവശ്യമാണ്. ക്രിയേറ്റീവ് മിഡ്ഫീൽഡർമാരുടെ ഒരു അഭാവം ഇപ്പോൾ ബ്രസീലിനെ വലിയ രൂപത്തിൽ അലട്ടുന്നുണ്ട്. അത് ആഞ്ചലോട്ടി പരിഹരിക്കും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.